കണ്ടോ ഇത്രയും കോപ്പീസ് ഞാൻ കൊണ്ടുവന്നിരിക്കുക. എല്ലാവർക്കും ഇൻഡിവിജ്വലി മെയിൻ ടീമിനെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ വേണ്ടി ഇത്രയും കോപ്പീസ് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുക. ഈ മേടിച്ച പൈസയൊക്കെ തിരിച്ചു കൊടുക്കും റോബിൻ, എന്നിട്ട് സംസാരിക്ക്. അതാണ് അതിന്റെ ഒരു ശരി. വെല്ലുവിളിക്കാൻ തന്നെ വെച്ചോ, നീ ചെയ്തോ. നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അതെന്റെ അടുത്ത് വേണ്ട, ഞാൻ പേടിക്കും. ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഓ, അത് ഭയങ്കരം തന്നെ. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ആ രേഖ എന്റെ കയ്യിലുണ്ട്. രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. അപ്പം ഈ പറഞ്ഞ അബിൽ ദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റമീൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാട് ടോട്ടൽ മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. വേദനിക്കുന്ന ഒരു കോടീശ്വരനാടാ ഞാൻ. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. എന്നാലും കാശ് ബാക്കി നിൽക്കുകയല്ലേ? കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. അപ്പോഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞങ്ങൾക്ക് തരും. അപ്പൊ എത്ര രൂപയായി? അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. എപ്പ തരും? എപ്പ തരും? ഞാൻ തരാം. തരാന്ന് പറഞ്ഞ എപ്പ തരും എന്ന് പറ. ഞാൻ തരാന്ന്. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത് ഓക്രിത്രം പറഞ്ഞാലുണ്ടല്ലോ, ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തി പിടിയിട്ടുള്ള ഞാൻ. നിങ്ങൾ അക്കൗണ്ടിൽ മാത്രമാണോ ക്യാഷ് മേടിച്ചത്? ബൈ ഹാൻഡ് ഒരു ക്യാഷും മേടിച്ചിട്ടില്ലേ? പക്ഷെ അബിലിനോട് സംസാരിക്കുമ്പോൾ ബൈ ഹാൻഡ് ക്യാഷ് മേടിച്ചതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് അക്കൗണ്ടിൽ വന്ന പൈസയെ കുറിച്ചാണ് റോബിൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ അവിടെ ഒരു വലിയ ക്ലാരിറ്റി കുറവുണ്ട്. കല്ലടിക്കുന്ന് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ നാട്ടുകാരോട് ആജ്ഞാപിക്കുകയാണ്, നിങ്ങളും ഇത് വിശ്വസിക്കരുത്. ഇയാൾ ആജ്ഞാപിച്ചാൽ ഉടനെ അനുസരിക്കാൻ നാട്ടുകാർ തന്റെ കൂലിക്കാരൻ. റോബിൻ ഈ പ്രിന്റ് എടുത്ത് കൊണ്ടുവന്ന ഈ ഒരു കെട്ട് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, അതിനകത്ത് 1-2 സ്ക്രീൻഷോട്ട്സ് ഞാൻ അവിടെ സൈഡിൽ വയ്ക്കാം. ഇത് ഗൂഗിൾ പേ ട്രാൻസാക്ഷന്റെ സ്ക്രീൻഷോട്ട്സ് ആണ്. 13 മാർച്ച് 2026 തീയതിയിൽ നടത്തിയ ട്രാൻസാക്ഷൻ ആണ്. ഇതിൽ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എങ്ങനെ വരും? 2 എന്ന് മാത്രമായിരിക്കും. മനസ്സിലായോ? 2 ഫ്രം ഒന്നും എവിടെയും വരില്ല. കയ്യിന്ന് പോയടാ ചാർലി. ഇത് വരില്ല, 2 ഫ്രം എന്ന് വരില്ല. പിന്നെ മാത്രമല്ല, റോബിൻ രാധാകൃഷ്ണൻ എന്നാണെങ്കിൽ മുകളിൽ F എന്നല്ല 6 വരിക. ഇത് വേറൊരു സ്ക്രീൻഷോട്ട്. ഇത് 1 ലക്ഷം രൂപേന്റെ, ഇത് 75,000 രൂപേന്റെ. ഈ 2 സ്ക്രീൻഷോട്ടിലും 2 ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് F, രണ്ടിലും F അല്ലേ, F എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ ഉറക്കം വരുന്നു. ഇതിന്റെ പേര് സായി കൃഷ്ണൻ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ S ആണ് അവിടെ കാണിക്കുക. സ്നേഹ എന്നാണെങ്കിൽ S കാണിക്കുക. അശ്വിൻ എന്നാണെങ്കിൽ A എന്നാണ് കാണിക്കുക. 2 ഫ്രം റോബിൻ രാധാകൃഷ്ണന് എങ്ങനെ F കാണിക്കുള്ളൂ? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ, കാട്ടുകള്ളെ. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി.